JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ചൊവ്വയുടെ നീചരാശി സ്ഥിതിയെക്കുറിച്ച് തന്നെയാണ്. ചൊവ്വ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുമ്പോൾ ഏപ്രിൽ മാസം മുതൽ ജൂൺ 7 വരെയുള്ള സമയത്ത് ധനുരാശിക്കൂറുകാരായ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ധനുരാശിക്കാരുടെ ജന്മരാശിയാധിപൻ എന്ന് പറയുന്ന വ്യാഴമാണ്. ഈ വ്യാഴം മെയ് 14 വരെ 6-ാം ഭാവത്തിലാണ്. 4-ൽ രാഹുവും 4-ാം ഭാവാധിപത്യമുള്ള വ്യാഴം 6-ലും സഞ്ചരിക്കുമ്പോൾ പല കുൽസിത മാർഗങ്ങളും ചിലപ്പോൾ മനസ്സിൽ തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അതായത് സാത്വിക ഭാവത്തിൽ നിന്നും മാറി കാര്യസാധ്യത്തിനായി ഏത് വഴിയും സ്വീകരിക്കാം എന്ന ഒരു ചിന്താഗതി ഉണ്ടാകുന്ന ഒരു സമയമാണ്. കാരണം ദൈവാധീനം അനുകൂലമല്ല. അതുപോലെ തന്നെ 4-ാം ഭാവത്തിൽ വിദ്യയുടെ കാര്യത്തിലായാലും സ്വഭാവത്തിൻ്റെ കാര്യത്തിലായാലും ചിന്താഗതിയുടെ കാര്യത്തിലായാലും ഒക്കെ രാഹു അത്ര നല്ല ഒരു സൂചനയല്ല നൽകുന്നത്. ഏത് വഴി സ്വീകരിച്ചാലും ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ എന്താണോ ഉദ്ദേശിക്കുന്ന ആ കാര്യങ്ങളൊക്കെ സാധിക്കണം എന്ന ഒരു ചിന്താഗതി വരും. അതുപോലെ മനസ്സുഖവും ശരീരസുഖവും കുറയുകയും ചെയ്യും. അതായത് മാനസികമായി വിരോധമുള്ളവരെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്തവരെ എങ്ങനെയെങ്കിലും അവരൊന്ന് മോശാവസ്ഥയിൽ കണ്ടിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്ന ഒരു സമയം കൂടിയാണ്. ശത്രുവിനെ ഇല്ലാതാക്കി ഉദ്ദേശിച്ച കാര്യം സാധിക്കാൻ എന്താണോ മാർഗം അതെല്ലാം സ്വീകരിക്കാം എന്നൊരു ചിന്ത വരും. അതായത് പറഞ്ഞു വന്നത് സാത്വിക ഭാവത്തിൽ നിന്ന് മാറി ചിന്തിക്കുമ്പോൾ അത് ഏത് വഴി വേണമെങ്കിലും ഉപയോഗിക്കാം. മറ്റൊന്ന്, ആഭിചാര കർമ്മങ്ങളിലൂടെ സാധിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും എന്തുകൊണ്ട് സാധിച്ചുകൂടാ എന്നൊരു ചിന്തയും അത്തരത്തിലുള്ള ഒരു ആലോചനയുമൊക്കെ വരാം. മെയ് 15 മുതൽ വ്യാഴം 7-ാം ഭാവത്തിൽ വരുമ്പോൾ പലതിനെയും നമ്മൾ നേരത്തെ കണ്ടതും ചെയ്തതും ചിന്തിച്ചതുമായ കാര്യങ്ങൾക്കെല്ലാം തന്നെ ഒരു മാറ്റം ഉണ്ടാകാം എന്നാണ്. 6-ാം ഭാവത്തിൽ നിന്ന് മെയ് 14 ആകുമ്പോൾ വ്യാഴം 7-ാം ഭാവത്തിലേക്ക് മാറും. അപ്പോൾ ബുദ്ധി തെളിയും. കാരണം ബുദ്ധിപരമായ കാര്യങ്ങളും സാമ്പത്തികമായ കാര്യങ്ങളും ചിന്താശക്തിയും കുറച്ച് സാത്വികമായ ഒരു പരിവർത്തനവുമൊക്കെ ഉണ്ടാക്കാൻ ഇത് ഉപകരിക്കും. പഴയ കാര്യങ്ങളും പഴയ ചിന്താഗതികളും അനുഭവങ്ങളും ഒക്കെ മനസ്സിൽ വെച്ച് ആ ഒരു പുനർചിന്തനം നടത്തുമ്പോൾ തന്നെ പലതും പഠിക്കാനും പലതും മാറി ചിന്തിക്കണം എന്നുള്ള ഒരു തോന്നലും വരും. മറ്റുള്ളവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകാനുള്ള കഴിവൊക്കെ ഉണ്ടാകും. കാരണം 7-ാം ഭാവം മാർഗസ്ഥാനം. അപ്പോൾ അറിയപ്പെടുന്ന കൂടെ സഹകരിക്കുന്നവരും അറിയാവുന്നവരുമായ പ്രശ്നങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ കൊടുക്കാൻ പോലും പ്രാപ്തമായി എന്ന ഒരു തോന്നൽ വരും. അങ്ങനെ ഉപദേശമൊക്കെ കൊടുക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിലെ പോരായ്മകളൊക്കെ ഒരു പരിധി വരെ മാറാനും സാധിക്കും. ദമ്പതിമാർ കൂടുതൽ സന്തോഷത്തോടെയും ഒരുമയോടും ഒക്കെ മുന്നോട്ട് പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. തെറ്റുകളെ ചൂണ്ടിക്കാണിക്കും. എന്നാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ തെറ്റുകളൊക്കെ തന്നെ അവർ ഉൾക്കൊള്ളത്തില്ല. കാരണം ഈഗോ പ്രശ്നം. അതുകൊണ്ട് തന്നെ അവർ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളും അനുഭവിക്കേണ്ടി വരും. കാരണം എല്ലാവരും ഒരേ സ്വഭാവക്കാരല്ല. വിദ്യാഭ്യാസം കഴിഞ്ഞു നിൽക്കുന്നവരെ സംബന്ധിച്ച് അവർക്ക് തൊഴിൽ സാധ്യതയൊക്കെ ഉണ്ടാകും. അതുപോലെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരവും തരും. കാരണം 7-ാം ഭാവം കളത്ര സ്ഥാനം കൂടി. ഉപരിപഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള അവസരമൊക്കെ ലഭിക്കും. മാർഗസ്ഥാനമാണ് 7. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൈപിടിച്ചുയരാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലുമൊക്കെ വഴികൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വരികയും ചെയ്യും. പൊതുവെ വിദ്യാർത്ഥികളിൽ ഉണ്ടായിരുന്ന ഉത്തരവാദിത്വക്കുറവും അലസതയുമൊക്കെ മാറി വരുന്ന ഒരു സാഹചര്യം. കാരണം നേരത്തെ മീനൻ രാശിയിലെ ബുധൻ നീചനായി മൗഢ്യത്തോടുകൂടി പല അപാകതകളിലൂടെ വിദ്യാർത്ഥികളിലും യുവജനങ്ങളിലുമൊക്കെ ഉണ്ടായ കുറേ കാര്യങ്ങൾ ഞാൻ പല വീഡിയോയിലുമൊക്കെ ചെയ്തു. അപ്പോൾ അതിനൊക്കെ ഒരു മാറ്റം ഒരു പക്ഷേ ഉണ്ടായേക്കാം.
കന്നിയിൽ നിന്ന് കേതു മാറി ചിങ്ങത്തിലേക്ക് വരുമ്പോൾ, കാരണം രാഹു കേതുക്കൾ മുന്നോട്ടല്ലല്ലോ പുറകോട്ടാണല്ലോ സഞ്ചരിക്കുന്നത്, ബുധനെ സംബന്ധിച്ച് കുറച്ചൊക്കെ ഗുണവും കിട്ടും. കാരണം കന്നി രാശിയിൽ നിന്നാണ് കേതു മാറിപ്പോകുന്നത്. അതുപോലെ തന്നെ രാഹു മീനൻ രാശിയിലായിരുന്നു നിന്ന്, അതിൻ്റെ 7ാം ഭാവമാണല്ലോ കന്നി, അത് ബുധൻ്റെ രാശി കൂടിയായിരുന്നു. രാഹു നിന്ന രാശിയാണെങ്കിൽ ബുധൻ നീചത്തിലും മൗഢ്യത്തിലുമൊക്കെ ആയിരുന്നു ഈ അടുത്ത കാലം. ബുധനെ സംബന്ധിച്ച് കുറേ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് നല്ല അനുഭവങ്ങളൊക്കെ വരും. പഠിക്കണമെന്നുള്ള ചിന്ത വരും, സ്വഭാവമൊക്കെ മാറ്റണമെന്ന് വരും, ഭാവി എങ്ങനെയെങ്കിലും ഒന്ന് ചിട്ടപ്പെടുത്തിയെടുക്കണം, ജീവിക്കണം, അങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകളൊക്കെ വരും. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സൗഹൃദങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം, അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. 4ാം ഭാവാധിപനായ വ്യാഴം മാർഗസ്ഥാനത്ത് വരുമ്പോൾ സ്വന്തമായ ഒരു വീട് എന്ന ആശയം ഫലവത്തായി തീരാനുള്ള ഒരു സാഹചര്യവും. കാരണം 4ാം ഭാവത്തിൽ രാഹു ആണല്ലോ സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ബുധൻ നീചത്തിൽ നിൽക്കുന്നു, ശുക്രൻ ഉച്ചത്തിലാണ്. എന്നാലും സ്വന്തമായി ഒരു വീട് വയ്ക്കുക എന്ന ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കാൻ അവസരമുണ്ടാകുന്ന ഒരു സമയം. ജോലി സംബന്ധമായി പറയുമ്പോൾ ആ ജോലിയിൽ ഏതെങ്കിലും പ്രമോഷനോ അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ചുകൂടി മെച്ചം വരുന്ന തരത്തിൽ അതിനൊരു മാറ്റമൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. കർമ്മരംഗം കൂടുതൽ നല്ലതാകാൻ അല്ലെങ്കിൽ മികവുറ്റതാകാൻ ബുദ്ധിപരമായി ചിന്തിക്കും. നേരത്തെ സംഭവിച്ച കാര്യങ്ങളും അതുപോലെ പറ്റിയ തെറ്റുകളുമൊക്കെ വീണ്ടും വിചാരത്തോടുകൂടി ആലോചിക്കുകയും അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് പുതിയ ഒരു രീതിയിൽ തന്നെ കർമ്മരംഗം പുഷ്ടിപ്പെടുന്ന ഒരു കാര്യവും കൂടി ചിലപ്പോൾ ഉണ്ടായെന്ന് വരും. സാമ്പത്തികമായ ക്ലേശങ്ങളൊക്കെ മാറിക്കിട്ടും. വീട്ടിൽ എല്ലാവരും ഒത്തുകൂടി സന്തോഷമായി പെരുമാറാനും സഹകരിക്കാനും ഒക്കെ ഉള്ളൊരു താല്പര്യം കാണിക്കും. കാരണം നേരത്തെ പലരും ബന്ധുക്കളാണെങ്കിലും അവർ പല അകൽച്ചയും കാണിച്ചു മാറി നിന്നവരൊക്കെ അത്തരത്തിൽ. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുക്രൻ ഉച്ചത്തിൽ 4ാം ഭാവത്തിൽ നിന്ന സമയവും എല്ലാവിധ സുഖ സൗകര്യങ്ങളും അവർക്ക് ലഭിച്ചിരുന്നു. വീട് മനോഹരമായി നിലനിർത്താനും അത് ഒക്കുന്ന രീതിയിൽ കുറേയൊക്കെ മോടി പിടിപ്പിക്കാനും വൃത്തിയാക്കാനും വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താനും അലങ്കരിക്കാനും ഒക്കെ സാധിച്ച ഒരു സമയം കൂടിയാണ്. സന്താനങ്ങൾക്കും നല്ല സമയമായിട്ട് തന്നെ നിലനിന്നു. എങ്കിലും ചില ബുദ്ധിമുട്ടുകളും അവരെ കൊണ്ട് അനുഭവിക്കേണ്ടി വന്നു കാണും. അതൊക്കെ മാറി അവരുടെ കാര്യത്തിലൊക്കെ ഒരു സന്തോഷം തോന്നുന്ന ഒരു സമയത്തിലേക്ക് കടക്കുകയാണ്. കലാപരമായ കഴിവുകളൊക്കെ ഉള്ളവർക്ക് പ്രോത്സാഹനം അല്പം കുറയും. 5ാം ഭാവം മേടൻ രാശിയും 5ാം ഭാവാധിപൻ ചൊവ്വായും അത് നീചത്തിൽ 8ൽ സഞ്ചരിക്കുകയും, കാരണം ചൊവ്വ 5ാം ഭാവാധിപനാണ്. 5ാം ഭാവത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ സന്താനങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളും വരും, മനസ്സിൻ്റെ കാര്യങ്ങളും വരും. അത് അഷ്ടമത്തിൽ നീചനായി വരിക എന്ന് പറയുമ്പം അവരെ സംബന്ധിച്ചൊക്കെയുള്ള ചില പ്രയാസങ്ങളൊക്കെ, അതുപോലെ തന്നെ മനസ്സിൽ വേണ്ടാത്ത പല ചിന്തകളും വന്നുകൂടാൻ സാഹചര്യമുള്ള ഒരു സമയം കൂടിയാണ്. കാരണം അഷ്ടമത്തിലെ ചൊവ്വ നീചനാണ്. അതുകൊണ്ട് തന്നെ ഇത് ചില ഭിന്നതയ്ക്കൊക്കെ കാരണമാകാം. വേണ്ടാത്ത ചില ചിന്തകൾ, വേണ്ടാത്ത ചില പ്രവർത്തനങ്ങൾ, ഇതൊക്കെ മനസ്സിലിങ്ങനെ ഉരുണ്ടുകൂടി വരുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ, എല്ലാ കാര്യങ്ങളും ഒന്നും അത് അംഗീകരിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതൊക്കെ ഉൾക്കൊള്ളാനോ ഒന്നും കഴിഞ്ഞെന്ന് വരത്തില്ല. ഇതെല്ലാം തന്നെ പലപ്പോഴും ഭിന്നതയ്ക്ക് കാരണമാകാം. അതുപോലെ വിശ്വാസം കുറയുക, കൂടെ താമസിക്കുന്നവരുടെ കാര്യത്തിലായാലും അതുപോലെ മക്കളുടെ കാര്യത്തിലായാലും പലരുടെയും കാര്യത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിശ്വാസ്യത കുറയുന്നതായി അനുഭവം വരാം. അതുപോലെ ഉച്ചരാശിയിലെ ശുക്രൻ ഒരുപാട് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഉണ്ടായാലും സുഖത്തിന് കുറവൊന്നുമില്ലായിരുന്നു, പക്ഷേ അത് മനസ്സിനൊരു സുഖം നൽകിയില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ മേടം രാശിയിലേക്ക് ശുക്രൻ മാറുമ്പോൾ അത് ചൊവ്വയുടെ രാശിയാണ്. ആ ചൊവ്വയുടെ രാശിയിലേക്ക് മാറുമ്പോൾ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകൾ, പരസ്പര വിശ്വാസം കുറയുക, ചില ആരോപണങ്ങളൊക്കെ ഉണ്ടാവുക, അങ്ങനെയൊക്കെ വരാം. അതുപോലെ ചൊവ്വയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ നീചരാശിയാണ്, അഷ്ടമത്തിലാണ്, 5ാം ഭാവാധിപനാണ്.
അപ്പം അങ്ങനെ വരുമ്പോൾ സഹോദരങ്ങളുമായുള്ള ബന്ധത്തിന് ഒരു നല്ല അവസ്ഥയെന്ന് പറയാൻ പറ്റില്ല. ഭൂമി സംബന്ധമായ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ തടസ്സമോ തർക്കമോ ഒക്കെ ഉണ്ടാകാം. ചൊവ്വ കർക്കിടകത്തിൽ നീചനായി അഷ്ടമത്തിൽ വരുമ്പോൾ പങ്കാളിയെ സംബന്ധിക്കുന്ന വിഷയങ്ങൾ വരാം. അതൊരു പക്ഷെ ആരോഗ്യ പ്രശ്നമാകാം, അല്ലെങ്കിൽ പരസ്പരമുള്ള വിശ്വാസത്തിൻ്റെ പ്രശ്നമാകാം. ഏതായാലും ചില ഭിന്നതയൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടുതലും ആരോഗ്യ സംബന്ധമായിട്ടാകാനും സാധ്യതയുണ്ട്. കാരണം അഷ്ടമം ആയുർസ്ഥാനവും ആരോഗ്യത്തെയും നിലനിൽപ്പിനെയും ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. വിവാഹ സംബന്ധമായ കാര്യങ്ങൾ ചിലപ്പോൾ തടസ്സങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സന്ദർഭമാണ്. കാരണം അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറയുമ്പോൾ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹമൊക്കെ മാറിപ്പോകാം, അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടാം. ചില തെറ്റിദ്ധാരണയുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അങ്ങനെയൊക്കെ വരും. അതുപോലെ ദമ്പതിമാർ തമ്മിൽ നേരത്തെ എന്തെങ്കിലുമൊക്കെ മാനസികമായ പ്രയാസങ്ങളൊക്കെ നിലനിന്ന് ഒരല്പം അകൽച്ചയിലൊക്കെ കഴിഞ്ഞിരുന്നവരാണെങ്കിൽ പലരും ചിലപ്പോൾ ഒരു പക്ഷേ ഒന്നിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയാലും ഈ ജൂൺ 7 വരെ അഷ്ടമത്തിൽ ചൊവ്വ നിൽക്കുന്ന ആ സമയം ഡൈവോഴ്സിലേക്ക് പോയാലോ എന്ന് ചിന്തിക്കുകയും ഇത് ശരിയാകാനുള്ള സാധ്യതയില്ല എന്നുള്ള തരത്തിൽ രണ്ട് കൂട്ടരും ഒരുപോലെ അവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അഷ്ടമത്തിലെ ചൊവ്വ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരോഗ്യ സംബന്ധമായ ചില സൂചനകളും നൽകുന്നുണ്ട്. അത് കർക്കിടകത്തിലെ ചൊവ്വ ആയതുകൊണ്ട് ഒരു പക്ഷേ ശ്വാസം മുട്ടലാകാം, ന്യൂമോണിയ, രക്തസമ്മർദ്ദം, ചുമ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ വരാം. മറ്റൊരു കാര്യം, അഷ്ടമത്തിലെ ചൊവ്വ എന്ന് പറയുമ്പം അത് അപകടത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഒരുപക്ഷെ വീഴ്ചയാകാം, തീപ്പൊള്ളൽ, ചതവ്, മുറിവ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യത്തിൽ നമ്മൾ കുറെ കൂടി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ജൂൺ 7 വരെയുള്ള സമയം എന്ന് പറയുമ്പം അഷ്ടമത്തിൽ ചൊവ്വ നീചനായിട്ടാണ് നിൽക്കുന്നത്. തനിക്കോ പങ്കാളിക്കോ മോശം അനുഭവം വരും. വ്യാഴം അനുകൂലമായി നിൽക്കുന്നത് മെയ് 15 മുതലാണ്. അപ്പം മെയ് 15 വരെ എന്ന് പറയുമ്പോൾ 6-ാം ഭാവത്തിലെ വ്യാഴമാണ്, അഷ്ടമത്തിൽ ചൊവ്വ വരുന്നു. ഇതെല്ലാം തന്നെ ആലോചിച്ച് വളരെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിന്നെ മറ്റൊരു കാര്യം, മെയ് 15 മുതലുള്ള കാര്യം നമ്മൾ എടുത്താൽ മിഥുനൻ രാശിയിലേക്ക് വ്യാഴം മാറും. അങ്ങനെ വ്യാഴം മാറുമ്പോൾ നീചരാശിയുടെ അധിപൻ ചന്ദ്രനാണ്. അപ്പം ചന്ദ്രനെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ കർക്കിടകം നീചരാശിയായി വരുമ്പോൾ ആ കർക്കിടകം ഉച്ചരാശിയായി വരുന്ന ഗ്രഹമാണ് വ്യാഴം. ആ വ്യാഴം കേന്ദ്രഭാവത്തിൽ വരിക എന്നത് നീചഭംഗ രാജയോഗത്തിൻ്റെ ഒരു സൂചന നൽകുന്നതാണ്. ഇതെപ്പോഴാണെന്ന് ചോദിച്ചാൽ മെയ് 15 മുതലേ മിഥുനത്തിലേക്ക് വ്യാഴം മാറുകയുള്ളൂ. അപ്പം അതുവരെയുള്ള സമയം വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി ഇതൊക്കെ എല്ലാവർക്കും ഈ മോശപ്പെട്ട അനുഭവം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ, ജാതകത്തിലെ സ്ഥിതി മോശമാണെങ്കിൽ ദശാപഹാരകാലം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല. അതും മോശമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ വ്യാഴം മാറുന്നത് വരെ വളരെയേറെ ശ്രദ്ധിക്കണം. വ്യാഴം അനുകൂലമാണെങ്കിൽ അനുകൂലമായ ഫലം തരും. വ്യാഴം അനുകൂലമല്ല നിങ്ങൾക്ക് വരുന്നത് എങ്കിൽ, അതായത് ജാതകത്തിലും ദശാപഹാര കാലത്തിലും വ്യാഴത്തിൻ്റെ ആനുകൂല്യമൊന്നും ലഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ജൂൺ 7 വരെ തന്നെ ഈ ചൊവ്വ മാറുന്നത് വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായി. പിന്നെ രാഹുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ 4-ാം ഭാവത്തിൽ നിന്ന് മെയ് 18 തിരിച്ചു കുംഭൻ രാശിയിലേക്ക്, അത് തിരിഞ്ഞാണല്ലോ കറങ്ങുന്നത്, കുംഭൻ രാശിയിലേക്ക് വരുമ്പോൾ 3-ാം ഭാവത്തിലാണ് വരുന്നത്. ആ 3-ാം ഭാവത്തിൽ വരുമ്പോൾ അതിൻ്റേതായ ചില മെച്ചങ്ങളൊക്കെ ഉണ്ടാകാം. കാരണം പാപഗ്രഹം 3-ാം ഭാവത്തിൽ വരുമ്പോൾ കുറച്ചൊക്കെ നല്ല ഫലം ചെയ്യും. പക്ഷെ വേറൊരു കാര്യം, 3-ാം ഭാവം സഹോദര സ്ഥാനമാണ്. സഹോദരങ്ങളുമായി ഒരു നല്ല ബന്ധം ഉണ്ടാകും എന്ന് പറയാൻ പറ്റത്തില്ല. അവരുടെ സമയം വളരെ മോശമായിരിക്കാം. മൂലക്ഷേത്രത്തിൽ ശനി 3-ാം ഭാവത്തിൽ നിന്ന് അതിൻ്റേതായ എല്ലാ ഗുണങ്ങളും നൽകിയ ഒരു സമയമുണ്ട്, 2.5 വർഷക്കാലം.
എന്നാൽ ഇപ്പോൾ ശനി എന്ന് പറയുന്നത് 4-ാം ഭാവമായ മീനത്തിൽ ശനി മാറിക്കഴിഞ്ഞു. ഇപ്പം 4-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ മെയ് 18 വരെ രാഹുവും കൂടെയുണ്ട്. അപ്പം വീട്ടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്വഭാവത്തിൽ മാറ്റം വരുന്നതും പരസ്പരം ഓരോരുത്തരുടെയും സ്വഭാവത്തിൻ്റെ വ്യതിയാനം മൂലം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചില പരാമർശങ്ങളും അതുപോലെ കുറ്റപ്പെടുത്തലുകളും ആരോപണങ്ങളുമൊക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് ഇപ്പോഴും. അപ്പം അതൊക്കെ ആലോചിച്ച് ശ്രദ്ധിച്ചും സൂക്ഷിച്ചുമൊക്കെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഈ നെഗറ്റീവ് കാര്യങ്ങൾ കൂടി പറയുന്നതെന്ന് ഓർക്കണം. കാരണം നിങ്ങളെ അങ്ങ് പുകഴ്ത്തി പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും സാധിക്കത്തില്ല. അതുകൊണ്ട് 4-ാം ഭാവം എന്ന് പറയുമ്പോൾ മാതാവിനെ കൂടി സൂചിപ്പിക്കുന്നത്. അപ്പം മാതാവിൻ്റെ ആരോഗ്യ സംബന്ധമായ കാര്യവും അതുപോലെ സ്വഭാവത്തിലും 4-ാം ഭാവം ഓരോ വ്യക്തികളുടെയും സ്വഭാവത്തെയും പഠനത്തെയും ഒക്കെ സൂചിപ്പിക്കുന്ന, വീടിനെ സൂചിപ്പിക്കും, മാതാവിനെ സൂചിപ്പിക്കും, വാഹനത്തെ സൂചിപ്പിക്കും, സ്വഭാവത്തെ സൂചിപ്പിക്കും. ഇതെല്ലാം 4-ാം ഭാവം. അപ്പം ഇങ്ങനെ ശനിയും രാഹുവും ഒത്തുചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം. രാഹു മാറുന്നത് മെയ് 18-നെ മാറും. അപ്പം അതുവരെ എന്ന് പറയുമ്പം 3-ാം ഭാവത്തിൽ നിന്ന് 4-ാം ഭാവത്തിലേക്ക് ശനി മാറുകയും ചെയ്തു. ആ സമയം പലപ്പോഴും സ്വഭാവത്തിലും ചിന്താഗതിയിലും പൊതുവെ ഒരു മാറ്റം, സ്വന്തം കാര്യത്തിലായാലും വീട്ടിലെ കാര്യത്തിലായാലും മാതാവിൻ്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ അത്ര നല്ലതല്ലാത്ത ഒരു ചേഞ്ച് വരാം. ഇതൊക്കെ തന്നെ നമ്മൾ സൂക്ഷിച്ചും കണ്ടും മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം 4-ാം ഭാവം വാഹന സംബന്ധമായ കാര്യത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അഷ്ടമത്തിലെ ചൊവ്വയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, അത് അപകട സാധ്യതയും ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ യാത്ര പോകുമ്പോഴും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വേണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യത്തിൽ അലസ മനോഭാവം ഉണ്ടാകാം. 4-ാം ഭാവത്തിലെ ശനി അലസതയുണ്ടാകും, വലിയ ശ്രദ്ധയൊന്നും ഇല്ലാതെ വരും. ഈ അലസതയും ചിലപ്പോൾ പല പ്രശ്നങ്ങൾക്കും കാരണമാകാം. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുമ്പം മീനം മേട മാസങ്ങൾ, അതായത് ഏപ്രിൽ 14 വരെ 13 വരെ മീനമാസവും ഏപ്രിൽ 14 മുതൽ മെയ് 14 വരെ മേടമാസവുമാണ്. മേടം ആദിത്യൻ്റെ ഉച്ചരാശിയാണെങ്കിലും ഈ 4-5 ഭാവത്തിലൊക്കെ വരുന്ന ആദിത്യൻ്റെ സ്ഥിതിയും അത്ര മെച്ചം എന്നൊന്നും പറയാനില്ല. മെയ് 15 മുതൽ സൂര്യൻ 6-ാം ഭാവത്തിൽ വരുമ്പോൾ അതിൻ്റേതായ ചില മെച്ചമൊക്കെ വരും. കാരണം സർക്കാർ ജീവനക്കാർക്കും അതുപോലെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും പിതാവിനെ സംബന്ധിക്കുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ആരോഗ്യ വിഷയങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഇതിനൊക്കെ ഒരു മാറ്റം വരിക എന്ന് പറയുന്നത് മെയ് 15 മുതലാണ്. അപ്പോൾ ഈ പറഞ്ഞത് ഓരോ വ്യക്തിക്കും നല്ലതും മോശവുമായ സമയങ്ങൾ വരും. പലപ്പോഴും പലർക്കും ഈ നെഗറ്റീവ് കാര്യം പറയുന്നതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. വെറുതെ നിങ്ങളെ പുകഴ്ത്തി ഇപ്പോൾ ഉടനെ എന്തോ സംഭവിക്കും എന്ന് പറയുന്നതിലൊന്നും ഒരു കഥയില്ല. കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും എന്ന് മാത്രമേ ഉള്ളൂ. അനുഭവത്തിൽ വരാത്ത കാര്യങ്ങളാണ്. അതേസമയത്ത് അസ്ട്രോളജിയെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ലതും മോശവുമായ കാര്യങ്ങൾ വരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കാനും വളരെയേറെ സൂക്ഷിക്കാനും വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. നല്ല സമയമാണെങ്കിൽ നിങ്ങളൊന്നും ചെയ്തില്ലെങ്കിലും നല്ല അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് മോശമായ സമയത്ത് മോശം അനുഭവങ്ങൾ വരുന്നതും അങ്ങനെ തന്നെയാണ്. അത് മുൻകൂട്ടി അറിഞ്ഞാൽ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പരിഹരിക്കാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരികിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.